അമേരിക്ക ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഒരു ബാക്ടീരിയയാണ് അമേരിക്ക നേരിടുന്ന പ്രതിസന്ധി. സാൽമണല്ല എന്നാണ് ഈ ബാക്ടീരിയയുടെ പേര്. അമേരിക്കയിൽ വെള്ളരിക്ക, ഉള്ളി, തക്കാളി എന്നിവയ്ക്ക് പിന്നാലെ മുട്ടകളിലൂടെയും ഈ ബാക്ടീരിയ പടരുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സാൽമണല്ല അണുബാധയുടെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. പോരാത്തതിന് ഭക്ഷ്യവസ്തുക്കളിൽ ഈ ബാക്ടീരിയ ഉണ്ടെന്നും അത് അതിവേഗം പടരുന്നതാണെന്നും അത് അങ്ങനെ പടർന്നു കഴിഞ്ഞാൽ ഭക്ഷ്യ സുരക്ഷയെക്കുറിച്ച് എന്ത് ഒരു ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ എന്ത് സെക്യൂരിറ്റിയാണ് സർക്കാർ തരുന്നത് എന്നും അമേരിക്കയിലെ ജനങ്ങൾ ഇപ്പോൾ സർക്കാരിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലിഫോർണിയ ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലായി മുട്ട കഴിച്ചതിനെ തുടർന്ന് ഏകദേശം 80 പേർക്ക് അസുഖം ബാധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ പലതും ഗുരുതരമാണ്. ഇതുവരെ 21 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മുട്ടകൾ വലിച്ചെറിയുകയോ സൂക്ഷിക്കുകയോ ചെയ്യണമെന്നും അണുബാധ പടരാതിരിക്കാൻ കൈകൾ നന്നായി കഴുകണമെന്നും സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മുട്ട കഴിച്ചതിന് ശേഷം ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ പനി പോലുള്ള ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ ബന്ധപ്പെടണമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. US സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പ്രകാരം സാൽമണല്ല ഒരു ദോഷകരമായിട്ടുള്ള സൂക്ഷ്മാണുവാണ്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് 12 മുതൽ 72 മണിക്കൂറിനുള്ളിൽ വയറിളക്കം, പനി, വയറുവേദന എന്നിവയ്ക്ക് ഇത് കാരണമാകും. കുട്ടികൾ, പ്രായമായവർ, ദുർബലരായവർ, രോഗപ്രതിരോധ ശേഷിയുള്ള ആളുകൾ എന്നിവരിൽ ഇത് ഗുരുതരവും മാരകവുമായേക്കാം ഈ ബാക്ടീരിയ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ അമേരിക്കയിൽ പച്ചക്കറി വഴി പടരുന്നതിന് ശേഷം ഇപ്പോൾ മുട്ടകളിലൂടെ പടരുന്നതായി കണ്ടുപിടിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.